വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചത് ബന്ധു നിയമനത്തിനെതിരെ ന്യായീകരണം ഫലം കാണാത്തതിനാൽ. ജനം TV പുറത്തുവിട്ട വാർത്ത വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതോടെയാണ് നാണം കെട്ടുള്ള രാജി. പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ബന്ധു നിയമനത്തെ എതിർത്ത കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിലെത്തിയപ്പോൾ ബന്ധു നിയമനം നടത്തിയതെന്നും വിരോധാഭാസം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനത്തിനെതിരെ കടുത്ത അമർഷവും അതൃപ്തിയും പുകയുന്നതിനിടെയാണ് ബെന്നി തോമസിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. അവസാന നിമിഷം വരെ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും എതിർപ്പാണ് ഒടുവിൽ രാജിയിൽ കലാശിച്ചത്. ബന്ധു നിയമനമാകാൻ അഭിഭാഷകനായ തന്റെ അനിയനെ അല്ലല്ലോ നിയമിച്ചത്, രാഷ്ട്രീയക്കാരനായ അളിയനെ അല്ലേ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതെന്ന വിചിത്ര ന്യായീകരണമാണ് മന്ത്രി സണ്ണി ജോസഫ് ഉയർത്തിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സാധാരണ പ്രവർത്തകരെ പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടാണ് KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് തന്റെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും ബന്ധു നിയമനം പുറത്തു കൊണ്ടുവരുമെന്നും മന്ത്രി മുൻകൂട്ടി കണ്ടിരുന്നു. അതാണ് വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബെന്നി തോമസ് തന്റെ അളിയനാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നത്. സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഇത്തരം നടപടികൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെയും KPCC നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ബന്ധു നിയമനത്തെ എതിർത്ത കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിലെത്തിയപ്പോൾ ബന്ധു നിയമനം നടത്തിയതെന്നതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. ജനം, തിരുവനന്തപുരം.